ഹേ ഗൈസ്, ഞാൻ ഉണ്ടാക്കുന്ന മന്തി റെസിപ്പി പറഞ്ഞു തരട്ടെ. ആദ്യം അരി കുതിർത്തി വെക്കുക. അതിനുശേഷം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് ക്യാപ്സിക്കം, ഗരം മസാല, ചിക്കൻ മസാല, മന്തി മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇടുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, ഓൾറെഡി മാഗി ക്യൂബിൽ ഉണ്ടാവും. അതിനുശേഷം ടൊമാറ്റോ സോസോ സോയ സോസോ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്ഷണലാണ്, അത് ഇട്ട് കൊടുക്കാം. ലെമൺ ഒഴിച്ചു കൊടുക്കാം, മാഗി ക്യൂബ് വിത്ത് ഡ്രൈ ലെമൺ. അതിനുശേഷം മല്ലിയില, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, വേണമെങ്കിൽ ഒരു പച്ചമുളക് മിക്സിയിലിട്ട് അരച്ച ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം മിക്സ് ചെയ്യുക. അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, നമ്മളെ വീട്ടിലേക്കുള്ള ഫുഡല്ലേ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ചിക്കൻ കണ്ടിട്ട് ആരും നെട്ടണ്ട, ഞാൻ ഈ ചെറിയ പീസാണ് എടുത്തത്. ഓൾറെഡി മന്തി പീസ് അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ടില്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആക്കലുള്ളൂ. പെട്ടെന്നൊരു മന്തി കഴിക്കാൻ തോന്നുമ്പോൾ കറിക്കുണ്ടാകുന്ന പീസ് തന്നെ ഞാൻ എടുത്തുണ്ടാക്കൽ. എന്നിട്ട് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അത് വേവിക്കുക. 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. വിസിൽ പോയതിന് ശേഷം ആ മന്തിയിലുള്ള പീസ് മാറ്റുക. അതിന് ശേഷം ആ വെള്ളം ഉണ്ടല്ലോ, സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക് കുറച്ച് കുക്കറിലേക്ക് വെച്ച് ബാക്കിയുള്ളത് മൊത്തം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ആ കുക്കറിലേക്ക് തന്നെയാണ് അരിയിട്ട് വേവിക്കുന്നത്. അതിനിടയിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇടുന്നുണ്ട്, ഇടുക, കുരുമുളക്. അങ്ങനെ അരി വേവിച്ചത് മാറ്റുക. അതിനുശേഷം ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് ചിക്കൻ ഫസ്റ്റ് സ്മോക്ക് ചെയ്യുക. ഇങ്ങനെ 2 തവണ സ്മോക്ക് ചെയ്യുന്നത് ഞാൻ ഇതൊരു കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്യലുണ്ട്, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ആ സ്മോക്ക് ചെയ്ത സംഭവം എടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടി നന്ന ഡ്രൈ ഫ്രൈ അല്ല, കുറച്ചുകൂടി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ വേവിച്ചെടുത്തതല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഫ്രൈ ചെയ്ത് എടുക്കുക. അതിനുശേഷം ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ആ പാത്രത്തിൽ. ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ബാക്കി വന്ന നമ്മൾ സ്റ്റോക്കും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ അതുപോലെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കുന്നത്. ഞാൻ ചിരട്ട കത്തിച്ചിട്ട് ആണ് സ്മോക്ക് ചെയ്യിപ്പിക്കൽ. വേറെ മറ്റ് സംഭവമൊന്നും കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒന്നല്ല യൂസ് ചെയ്യാറ്. പിന്നെന്താ, സ്മോക്ക് ചെയ്യിപ്പിക്കുക, ചിരട്ട വെച്ചിട്ട് സ്മോക്ക് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കുറച്ച് അലങ്കാരപ്പണി, പച്ചമുളകൊക്കെ വെക്കുക. അങ്ങനെയാണ്. എനിക്ക് കുറച്ചുകൂടി മസാലയുള്ള മന്തിയാണ് ഇഷ്ടം, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.